ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്നേ പുത്തൻവേലിക്കര ശ്രീ കുരുന്നിലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് കൊടികയറുന്നതിന് ഒരാഴ്ച മുന്നേ പുളിയനത്തുള്ള ശ്രീഭദ്രകാളി മറ്റപ്പള്ളിമന ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തി വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഉത്സവത്തിനുള്ള അനുവാദവും അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോരുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. കാലങ്ങളായിട്ട് നടത്തി വരുന്നൊരു ചടങ്ങാണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേവിയുടെ ഉപാസകനായ ശ്രീ മുത്തപ്പൻ മറ്റപ്പള്ളിമനയിൽ ഏറെ വർഷങ്ങൾ താമസിച്ച് വിവിധ ശാസ്ത്രങ്ങളും മന്ത്രങ്ങളും പൂജകളും ഒക്കെ പഠിച്ച് ദേവിയുടെ കൃപാകടാക്ഷം ഏറ്റുവാങ്ങി ദേവീ ചൈതന്യ സമേതനായി തൻ്റെ ജന്മസ്ഥലത്തേക്ക് ഗുരുക്കന്മാരുടെ ചൈതന്യത്തോടൊപ്പം തിരികെ വന്ന് ദേവിയെ ശ്രീ കുരുന്നിലായ്ക്കൽ ഭഗവതിയായി ധ്യാനിച്ച് പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് മറ്റപ്പള്ളിമനയിലെ ദേവീക്ഷേത്രം മൂലസ്ഥാനമായത്. അപ്പം അത് ഇവിടുന്ന് സഭാഭാരവാഹികളും മറ്റാളുകളൊക്കെ കൂടിയാണ് എല്ലാ വർഷവും പോണത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി വഴിപാടൊക്കെ നടത്തി. അവിടെ മനയ്ക്കകത്താണ് ദേവിയുടെ പ്രതിഷ്ഠ. അതിൻ്റെ ബാക്ക് വശമുണ്ട് ഈ കാണുന്നത്. ദേവി ഇരിക്കണ ആ ക്ഷേത്രത്തിൻ്റെ ബാക്കാണത്. അവിടെ പുറത്ത് വേറൊരു ശിവക്ഷേത്രവും കൂടിയുണ്ട്. ഇപ്പോഴും ആ പഴമ ആ മനയ്ക്കും ക്ഷേത്രത്തിനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മെയിൻ്റനൻസ് ആ കാര്യങ്ങളോ ഒന്നും അധികം ചെയ്തിട്ടില്ല അവിടെ. ഇപ്പോഴും ആ പണ്ടത്തെ ആ ഒരു ഭംഗി, ഒരു പ്രകൃതിയൊക്കെ തന്നെ അവിടുത്തെ ആ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പോയിട്ട്. ഞങ്ങൾ പോയി ദേവിയുടെ തൊഴുത് പ്രസാദമൊക്കെ സ്വീകരിച്ച് തിരിച്ചു പോന്നു. പോന്ന വഴി ഞങ്ങൾ മൂഴിക്കുളം ക്ഷേത്രത്തിലൂടെ കയറി കേട്ടോ. അവിടെ കയറി അവിടെയും തൊഴുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമുക്കിനി ഉത്സവ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.